ഹലോ, ഹായ്, നമസ്കാരം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലേ? എലീനക്കുട്ടി സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. പക്രക്കുട്ടന് സുഖാണോ? രമേഷ് ബ്രോയ്ക്ക് പിന്നെ പറയണ്ടല്ലോ, സുഖത്തിലൊക്കെ മുങ്ങി കുളിച്ചോണ്ടിരിക്കുക. നിങ്ങളവർക്ക് തന്നെ സുഖത്തിന്റെ സെൻസസിനാണോ വന്നതല്ലേ? അല്ല, എനിക്ക് ഇച്ചിരി സുഖക്കുറവാ. അയ്യോ, ഞാനേ കോട്ടയത്തു നിന്ന് വരുവാ. ഇവിടെ കൊച്ചി വന്നപ്പം വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും മിക്സഡ് ആയിട്ട് ഒരു കാറ്റിങ് വന്ന് എന്റെ മൂക്കിലേക്ക് ഒരു സാധനം തുളച്ചു കേറി. പക്രക്കുട്ടന് പറയാവോ അതെന്താന്ന്? എന്താണ്? അല്ല, ഞാനൊരു ക്ലൂ കൂടെ തരാം. നമ്മുടെ പുലിവാൽ കല്യാണ സിനിമയിലെ നമ്മുടെ സലിംകുമാറേട്ടൻ മലയാളത്തിന്റെ ഗന്ധം അറിയാനായിട്ട് കേരളത്തിലെത്തി. കൊച്ചി എത്തി എന്ന് പറയുന്നില്ലേ? വരുന്ന ചെറിയ അത് തന്നെ, കറക്റ്റ്. ഈ നാറ്റത്തിന്റെ നാ മാറ്റി അവിടെ മാ ഇട്ടാൽ എന്താവും? മാറ്റം. അപ്പൊ എന്റെ കണ്ടന്റ് അത് തന്നെയാ, മാറ്റം. ഹലോ, ഞാൻ ജയശ്രീ, നീലമനയില്ലം. തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഇഷ്ടമല്ലേ? മാറ്റം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേലും മാറ്റം അവിടെ നടക്കും. ഈ മാറ്റത്തിനോടുള്ള ഇഷ്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ രമേഷ് ബ്രോ ഒരു സിനിമാ തിയേറ്ററിൽ ചെന്നങ്ങോട്ട് ഇരിക്കുന്നു. ഇവിടെ ഭാര്യയില്ല, എലിനക്കുട്ടി, നോട്ട് ദ പോയിന്റ്. ഞാൻ വിചാരിച്ച ഭാര്യയില്ല, എലീനക്കുട്ടിയാണ്. അല്ല, ഭാര്യയില്ല, നോട്ട് ദ പോയിന്റ്. ഓക്കെ, നോട്ടഡ്. തൊട്ടടുത്ത് വന്ന് മുറുക്കി തുപ്പി വിശർപ്പ് നാറി ഒരുത്തൻ വന്ന് ചേർന്നിരിക്കുന്നു. അവിടുന്ന് ഒരു മാറ്റം ആഗ്രഹിക്കില്ലേ? ആ സീറ്റേന്ന് ആഗ്രഹിക്കും. അതേസമയം അവിടെ കിളി പോലത്തെ ഒരു കോളേജ് ഗേള് ചെത്തി മിന്നി പെർഫ്യൂം ഒക്കെ അടിച്ച് സ്റ്റൈലായിട്ട് ചേർന്ന് വന്നിരുന്നാൽ മാറ്റം വേണോ? ചെറിയൊരു മാറ്റം വേണം. അയ്യോ, എന്നാ പുണ്യാളൻ. എനിക്ക് മടിയിലോട്ടിരിക്കണം. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പുണ്യാളന്റെ കയ്യിൽ നിന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ സത്യം പറയട്ടെ, ഫെവിക്കോൾ ഇട്ട് ഉറപ്പിച്ച പോലെ ഇരിക്കും. എവിടാ? ചന്തയ്ക്ക് വള്ളി ഇട്ടണം. ശരിയല്ലേ? പിടികിട്ടിയല്ലോ? എനിക്ക് പിടികിട്ടില്ല. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. നീ എന്താ ചിരിക്കുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ട് പറയില്ല, വേണം ഞാൻ ഇവിടുത്തെ സീക്രട്ട് ആയിട്ട് പറഞ്ഞു വിടാം. വേണ്ട, ഭയങ്കര നിഷ്കളങ്കനാണല്ലോ നീ. നീ മനസ്സിലായില്ല. ചന്തയ്ക്ക് വള്ളിയിട്ട് എന്താ ചിന്ത? നല്ല ചിന്തകൾ വരും എനിക്ക്. വള്ളി ഇടുന്ന സ്ഥലം മാറിപ്പോയി. ഞങ്ങളെ കോട്ടയംകാര് ഞങ്ങളെ ഈ ബിസിനസിന്റെ തന്ത്രം തന്നെ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നത് സാധാരണ അക്ഷയ തൃതീയക്ക് നമ്മളെ പരസ്യ ഓഫർ ഇടുന്ന എന്തിനാ? ഐശ്വര്യത്തിന്റെ ഐക്കണായിട്ടുള്ള സ്വർണത്തിനല്ലേ? പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ കോട്ടയത്തെ ടെമ്പറേച്ചർ 40 ഡിഗ്രി കഴിഞ്ഞു. ഞങ്ങളുടെ ഐശ്വര്യത്തിന്റെ ഐക്കൺ അങ്ങ് മാറ്റി, സ്വർണം മാറ്റി AC ആക്കി. പിന്നെ മിക്ക സ്ത്രീകൾക്കും ഈ കെട്ടി കഴിയുമ്പോ ഒരു മാറ്റം ഉണ്ടാവത്തില്ലേ? എലീനയ്ക്ക് മാറ്റം ഉണ്ടായോ? അറിയില്ല, മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ മാറ്റം ഉണ്ടായില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും കെട്ടിച്ചതും കോട്ടയത്ത് തന്നെയാ. എന്നാ പിന്നെ ഒരു ഇച്ചിരി മാറ്റമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വടക്കൻ സ്ലാങ് പിടിക്കാൻ തീരുമാനിച്ചു. ഈ കോട്ടയംകാരനായിട്ടുള്ള എന്റെ ശങ്കരേട്ടനോട്, ഈ ശങ്കരേട്ടന് മനസ്സിലായില്ലല്ലേ? എന്റെ ഹസ്ബൻഡാണേ. ശങ്കരേട്ടനോട് ഞാൻ വരണൂട്ടോ, പോണൂട്ടോ, കണ്ടുട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒരു 3-4 ഠോഠോ ആയപ്പം പുള്ളി പറഞ്ഞു, ജയശ്രീ ഇതിലും ഭേദം അമ്പലത്തിലെ ഇരട്ട വെടിയാ. പൊതുവെ ഒരു പറച്ചിലില്ലേ? അതായത് നമ്മൾ ഈ തല്ലിപ്പൊളി ചെറുക്കന്മാരെ ആണെങ്കിൽ പിടിച്ചു കെട്ടിച്ചാ മതി, നല്ല മാറ്റം വരും. ഈ വരുന്ന പെണ്ണും ഈ ചെറുക്കനും കൂടെ നല്ല കെമിസ്ട്രി ആണെങ്കിൽ ഈ ചെറുക്കന് നല്ല മാറ്റം വരും. രമേഷ് ബ്രോ, ഞാനേ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ തല്ലിപ്പൊളി ചെറുക്കനെയൊക്കെ രാസപ്രവർത്തനം നടത്തി നന്നാക്കാൻ ഈ വരുന്ന പെണ്ണെന്നെ സൾഫ്യൂരിക് ആസിഡ് ആണോ? അല്ലല്ല, സൾഫ്യൂരിക് ആസിഡ് മേത്ത് വീണാ പൊള്ളിപ്പോവും. പിന്നെ നമുക്ക് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്ന എപ്പോഴാ? ആദ്യ രാത്രിയിൽ. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ. എന്റെ ശങ്കരേട്ടനും ഞാനും തമ്മിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. ഞാൻ ഫോട്ടോ അയക്കും, റിജക്ട് ചെയ്യും, ഫോട്ടോ അയക്കും, റിജക്ട് ചെയ്യും. എന്റെ തടി. പിന്നെ ഞാൻ 1 കിലോമീറ്റർ അകലെ എന്നൊരു ഫോട്ടോ എടുത്ത് പുള്ളിക്കാരനെ അയച്ചു കൊടുത്ത് എന്റെ വലയെ വീഴ്ത്തി. സത്യം പറയട്ടെ, കല്യാണത്തിന്റെ അന്നാ നേരിട്ടൊന്ന് കാണുന്നത്. വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ അഴിച്ചു മാറ്റി ആദ്യ രാത്രിയിൽ എന്റെ മാറ്റം കണ്ട് പുള്ളി ഒരൊന്നൊന്നര ഞെട്ടലായിരുന്നു. പിന്നെ നമ്മുടെ ഈ സിനിമയിലെ ആദ്യ രാത്രിയും റിയൽ ലൈഫിലെ ആദ്യ രാത്രിയും തമ്മിൽ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ? സിനിമയിലാണെങ്കിൽ ഈ ചെറുക്കൻ പെണ്ണിനെ നോക്കി ഒരു ഉളച്ചിരി ചിരിക്കുന്നു. അടുത്ത സീൻ ഇവളുടെ ഒക്കത്തൊരു കൊച്ച്. അത് കണ്ടിട്ടേ എന്റെ കസിന്റെ മോന് ആദ്യ രാത്രി പെണ്ണിനെ നോക്കി ഒരു ഉളച്ചിരി അങ്ങ് ചിരിച്ചു. കാലം മാറി, ന്യൂജൻ പെണ്ണ. പിറ്റേന്ന് ഒക്കത്തല്ല, മൂക്കത്ത് 3XXX പ്ലാസ്റ്റർ. പണ്ട് നാം 2 നമുക്ക് 2, പിന്നെ നാം 2 നമുക്ക് 1. ഇന്നെല്ലാം മാറി, നമ്മൾ 2 ധാരാളം. ഭാവിയിൽ അതും മാറും. ഡേറ്റിംഗ് അല്ലേ? പിന്നെ നമ്മുടെ ഒരാളുടെ ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവമാറ്റം ശരിക്കറിയണമെങ്കിലേ കുറച്ച് കാശ് കടം കൊടുത്താൽ മതി. ഞാൻ ഈയിടെ ഒരു പുള്ളിയോട്
കടം കൊടുത്ത് കുറച്ച് കാശ് തിരിച്ചു ചോദിച്ചു. പുള്ളിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടാൽ ഞാനാ കടം വാങ്ങിച്ചതെന്ന് തോന്നും. അതുപോലായിരുന്നു. പിന്നെ എൻ്റെ അപ്പൂപ്പന്മാരെ അങ്ങനെ 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 വരെ വിളിച്ചു. പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എത്ര ചമ്മിയാലും മുഖത്ത് ഭാവമാറ്റം കാണത്തില്ല. ഞാൻ ഈയിടെ ഒരു വേദിയില് ഒരു മിമിക്രി അവതരിപ്പിച്ചു. ഫക്രുക്കുട്ട കേക്കണം. മിമിക്രിക്കാരനല്ലേ? അത്രയൊന്നും ഒത്തില്ലായാലും ഞാനൊന്ന് അവതരിപ്പിച്ച് നോക്കാം. നമ്മുടെ ഇതിന്റെ അകത്തെ ഏതാ നമ്മുടെ ഗോഡ് ഫാദർ സിനിമയ്ക്കകത്തെ നമ്മുടെ NN പിള്ളച്ചേട്ടനെ അവതരിപ്പിച്ചത്. കേൾപ്പിക്കട്ടെ. മൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചായയും പരിപ്പോടെയും വാങ്ങി കഴിച്ചിട്ട് കൂറുമാറി ഇതിന്റെ രാമനാഥനെയും സ്വാമിനാഥനെയും തോപ്പിച്ചത് ഞാൻ മറക്കണോ. പക്ഷേ ചെയ്തു വന്നപ്പോ ആള് മാറി. എല്ലാവരും അഭിനന്ദിച്ചു. ജയശ്രീയുടെ ഭീമന്റെ കലക്കി. പക്ഷെ ഞാൻ അവിടെ ചമ്മിയൊന്നുമില്ല, മുഖത്ത് ഒരു ഭാവമാറ്റം വരുത്തിയില്ല. ഞാൻ എന്റെ NN പിള്ളയെ ആവാഹിച്ച ഭീമന്റെ ഹൂവിൽ കൊടുത്ത് ഭീമൻ പിള്ളയാക്കിയതിൽ ഞാൻ ഹൃദംഗ പുളകിതയായി. പിന്നെ ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള ആ സ്നേഹത്തിന്റെ മാറ്റം, അതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. അതെന്നാന്ന് പറയട്ടെ, ഈ പ്രേമിക്കുമ്പോഴേ പെണ്ണിന്റെ കുറവുകൾ കാണൂല. അതേസമയം കെട്ടിക്കഴിയുമ്പോ ഈ കാണൂല ലായങ്ങ് മാറും, പിന്നെ കുറവുകളേ കാണും. പക്ഷെ എന്റെ ശങ്കരേട്ടൻ അങ്ങനല്ല കേട്ടോ. അന്നും ഇന്നും എന്നോടുള്ള സ്നേഹത്തിനും മതിപ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാന്നോ, കല്യാണ നിശ്ചയ ദിവസം പുള്ളി എന്നെ നോക്കി പാടി, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം ബിന്നു മുടക്കും ഞാൻ. ഇന്നലെ ഞങ്ങളുടെ 30ാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പുള്ളി എന്നെ നോക്കി ഒരു പാട്ട്, തൈക്കളവി 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 എൻ തൈക്കളവി. അതുകൊണ്ടേ ഞാന് ഈ തൈക്കളവി മാറ്റി മോഡേൺ കിളവി ആവാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ എന്റെ ഭാഷ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ ഈ അയലത്തെ അദ്ദേഹം സിനിമയില് ജയറാം ഗൗതമിയുടെ ബ്ലൗസിന്റെ പുറകിലത്തെ ആ ജനല് കണ്ടൊന്ന് ഞെട്ടുന്നില്ലേ? ഓർക്കുന്നില്ലേ? ജനല് കണ്ടിട്ട് ഒറ്റ ഞെട്ടലായിരുന്നു. എന്നാ ഇതിന് ഞെട്ടണ്ട, ആ ഫാഷൻ മാറി. ദേ ജനൽ അടച്ചു. ഇനിയിപ്പം നിങ്ങളുടെ മുഖത്തെ ഭാവമാറ്റം വന്നിട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം കാലിയാക്കുക. നന്ദി, നമസ്കാരം. സ്ഥലം കാലിയാക്കണ്ട, അവിടെ നിന്നോ. ഞങ്ങൾക്ക് കുറെ വർത്താനം പറയാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ചേച്ചിയുടെ വർത്താനം കേട്ടിട്ട് ഇനിയും വർത്താനം പറയാനാ തോന്നുന്നത്. ഇനിയും വരാം. ശരിക്കും കോട്ടയം തന്നെയാണോ സ്ഥലം? കോട്ടയം വാഗത്താനം. വാഗത്താനോ? അയ്യോദേ, നമ്മളെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിട്ടി. അവിടെ ഇങ്ങനെ കുറെ ഉണ്ടല്ലേ കലാകാരന്മാര് കുറെ പേര്, കലാകാരികളും. അതല്ലേ ഞാൻ ചോദിച്ചത്, കുറെ കലാകാരന്മാരുള്ള സ്ഥലമല്ലേ എന്ന് ചോദിച്ചതാണ്. വീട്ടിലായിരിക്കേണ്ട ചേച്ചി? വീട്ടിലെ ഹസ്ബൻഡ്, ഒരു മോള് മാരീഡാണ്, മോന്. പക്രചേട്ടനും അതെ കോട്ടയം തന്നെയാ. പിന്നെ എനിക്കറിയാം. നിങ്ങൾ പരിചയം ഉണ്ടേനും? ഇല്ല, ഇവിടെ വെച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്, പെർഫോമൻസ് ആദ്യമായിട്ട് കാണുവാണ്. ഇല്ല, ഇതിൽ പറഞ്ഞ ശങ്കരേട്ടൻ എന്നുള്ളത് ഒറിജിനൽ പേര് തന്നെയാണ്, ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പേര്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നല്ലൊരു രസമുള്ള ഒരു കണ്ടന്റ് എടുത്തത്. ഈ ഒരു ഏജിലുള്ള എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഈ സ്റ്റാൻഡപ്പിലേക്ക് അങ്ങനെ അധികം വന്നിട്ടുണ്ട്, വളരെ കുറവാണ്. വിരലിലുണ്ടാവുന്ന ആൾക്കാരെ നമ്മൾക്ക് കണ്ടിട്ടുള്ളൂ. പിഷുവിന്റെ ഷോയിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അത് വളരെ കൈയടക്കത്തോടെ ഒരു സ്വന്തമായ ഒരു ശൈലിയും നല്ല രസമായിട്ട് അതിനകത്ത് കുറച്ച് ഹ്യൂമറും പറ്റുന്ന കുറച്ച് സംഗതികളും ചേച്ചിയുടെ കുറെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോട്ടയംകാരുടെ ചില പൊടിക്കൈകളും ആ ടോട്ടോ ടൂട്ടും ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ടോട്ടോ ഇല്ലല്ലോ. ഇല്ല. അതെ, NN സാറിനെ അനുകരിച്ചത് നേരാണോ? ഏതെങ്കിലും സ്റ്റേജിൽ പോയി മിമിക്രി ചെയ്തിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ സഭയുടെ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്ത് സെലക്ഷൻ കിട്ടി. പക്ഷെ പോകാൻ പറ്റില്ല, ഇവിടെ ഗ്രൂമിംഗ് അല്ലായിരുന്നു, പോകാൻ പറ്റിയില്ല. ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ ചെയ്യുമോ? ഞാൻ എങ്ങും വേദി ചെയ്തിട്ടില്ല, അത്രയും ധൈര്യം ആയില്ല. ഇല്ലല്ലേ? അല്ല, കവിത മറ്റേ ബാക്കിയെല്ലാം പങ്കെടുക്കും. റബ്ബർ ബോർഡിലെ മത്സരത്തിനും ഒക്കെ പങ്കെടുക്കാറുണ്ട്. റബ്ബർ ബോർഡിൽ എങ്ങാണ്ട് ജോലിയുണ്ട് കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള സെൻട്രൽ വുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ജോലി, അതിനൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെ 1-2 വേദിയിൽ. പിന്നെ നമ്മുടെ ടിവിയുടെ ഫണ്ട്സ് അപ്പോണന്റ് 3 എപ്പിസോഡ് വന്നായിരുന്നു. അതിനകത്തൊക്കെ വിവാദ എപ്പിസോഡുകളാ, വിപ്ലവകാരിയാ. പിന്നെ ഒരു ദിവസം എന്തോ പറഞ്ഞിട്ട് വൈറലായിട്ട് അതിന്റെ കമന്റ് മുഴുവൻ ചീത്ത വിളി കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. നാട്ടുകാരത്തിന് എന്നെ ചീത്ത വിളിക്കുന്നതിനൊക്കെ ചോദിച്ച് സങ്കടം പറയാ. ഡിപ്രഷൻ മൂഡ് അടിച്ചിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്യിപ്പിച്ചു. അല്ല, ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ ചെയ്തത്? സ്വന്തമായിട്ട് ഞാൻ തന്നെ എഴുതും. പിഷു പറഞ്ഞൊരു വിപ്ലവകാരി ഉണ്ടോ ഉള്ളില്? വിപ്ലവകാരിയുണ്ട്. ആണോ? പിന്നെ ഈ കോളേജ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നോ? രാഷ്ട്രീയമല്ല, കലാമത്സരത്തിനെല്ലാം പങ്കെടുക്കും. ചെറിയൊരു കലാതിലകൻ ഞാനും ആയിരുന്നു CMS-ലെ. അത് പറയട്ടെ, അതാ ചോദിച്ചത്. PG വരെ കോട്ടയം CMS കോളേജിലാണ് പഠിച്ചത്. ഡാൻസ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു? ഡാൻസ് അല്ല, കവിത, പദ്യപാരായൺ, അങ്ങനത്തെ ലളിതഗാനം. എനിക്കൊന്നും നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിലായിരിക്കും. അതെ തോന്നുന്നു. നമ്മുടെ എപ്പിസോഡുകളൊക്കെ ശങ്കരൻ ചേട്ടൻ കാണുന്നുണ്ടോ?
കാണുന്നുണ്ട്. ശങ്കരൻ ചേട്ടൻ സജഷൻസ് തരുമോ എന്തെങ്കിലുമൊക്കെ നല്ലോണം? ഇതൊക്കെ തമാശയാണോന്ന് ചോദിക്കും. അത് ഞങ്ങളൊക്കെ വീട്ടിൽ കേൾക്കുന്നത് തന്നെയാ. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇത് പരിപാടിക്കാരനൊന്നും നടത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ അമ്മ എന്റെ ഒരു പഴയ പരിപാടിയുടെ CD എടുത്ത് കൊടുത്തേക്കുന്നത്. ഭാര്യയ്ക്ക് വല്ല കാര്യമുണ്ടോ? അവിടെ ഇതിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമോന്ന്. ഞാൻ പെൺവേഷം കെട്ടി തുള്ളുന്നു, മറിയുന്നു, തലകുത്തി ചാടുന്നു. പിന്നെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പുള്ളി കമന്റ് ബോക്സ് വായിക്കല്ലേന്ന്. അമ്മന്റെ ഒരു 8 എണ്ണം പുള്ളിയുടെ ഫേക്ക് ഐഡി ആന്ന് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കേ അങ്ങോട്ടേക്ക് ചെന്നാലോ? എന്താ ഞാനിതിനെ അങ്ങോട്ട് വന്നത്? നമുക്ക് അവിടെ പോയിട്ട് സമ്മാനമൊക്കെ കൊടുത്ത് ചേച്ചീന്റെ നീ വാ, കൊടുത്തിട്ട് വരാം. ഞാൻ കൊണ്ടുവന്ന ആളെങ്ങനെയുണ്ട്? സൂപ്പറാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഓൾറൈറ്റ്. ഭക്ഷണം തന്നെ കൊടുക്കുന്നതാണോ ബാറ്ററി ഇട്ട് വിടുന്നതാണോ? എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈൽ? സൂപ്പർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലിൽ പൊക്കോണ്ടിരിക്കുവാണ്. നല്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജാം കൂട്ടി തിന്നും നിന്നെ മര്യാദയ്ക്ക് ഒന്നുമില്ലെങ്കിൽ. 2 ബ്രെഡിന്റെ ഇടയിൽ ജാമിന്റെ കൂട്ടത്തിൽ നിന്നെ കൂടെ ഇട്ട് തിന്നും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നു. അപ്പം ശങ്കരൻ ചേട്ടന് ഒരു ഷർട്ട് കൊടുക്കുകയാണ്. കൊടുത്തു വിട്ടിട്ടുണ്ട്. ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ടാണ്. ഓക്കെ,